നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തന്റെ കീഴിലേക്ക് പോവാം, തകർക്കാം. പിന്നല്ല എന്താണ് പറഞ്ഞു നമ്മുടെ ഇതുവരെയുള്ള മത്സരത്തിന്റെ 9-3 സ്കോർ നില അതാണല്ലേ. ഓക്കെ, 9 ഇവനും 3 ഞാനും, 2 സമനില. യെസ്. അടുത്തത് ഇന്നത്തെ അജണ്ട പറ. എനിക്ക് ഒന്നും കിട്ടുന്നില്ല, നീ പറ. ഒന്നും കിട്ടുന്നില്ല. തമിഴ് പോയിന്റ്, ഓരോ പോയിന്റ് തമിഴിന്. കൂലിക്ക് പിന്നെ മൈനസ് പോയിന്റ് ആണ്. കൂലി തമിഴാണെന്ന് കരുതിയിട്ട് അതിന് 2 പോയിന്റ് ഉണ്ട്. അതിന് പോയിന്റ് ഇല്ല, അത് മൈനസ് ആവും. റെഡി. ഹെഡ് ആണോ? വിളിച്ച അപ്പം വന്നോളാം. തിരിച്ചു വരുന്നു. ടോസ് കിട്ടി. മാർഷൽ സിനിമ ഓഗസ്റ്റ് 18 ചെന്നൈയിൽ തുടങ്ങുവാണ് കേട്ടോ. ഇതിന് മുന്നേ ഷൂട്ട് തുടങ്ങിയതായിരുന്നു. ഇപ്പൊ നെക്സ്റ്റ് ഷെഡ്യൂൾ ആയിരിക്കണം. എന്താണെങ്കിലും ചെന്നൈയിലെ ഷെഡ്യൂളിന് ശേഷം രാമേശ്വരത്താണ് ഷൂട്ട് നടക്കാൻ പോകുന്നത്. തമിഴാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. കാർത്തിയാണ് നായകനായിട്ട് എത്തുന്നത്. നിവിൻ പോളി ഉണ്ട്, പിന്നെ കല്യാണി പ്രദർശൻ. യെസ്. പിന്നെ വേറെ ആരോ വലിയൊരാളുണ്ടല്ലോ. ഇനിയുണ്ടോ? കാർത്തിയും നിവിൻ പോളിനെ വലുതല്ലേ? ഓക്കെ, ഇനി ഇവരെക്കാട്ടിലും വലുതോ? ഇനി ഇതിനേക്കാളും വലുത്. അടുത്തത് പരാശക്തി. അടിപൊളി. ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ സുധാ കങ്കാര സംവിധാനം ചെയ്യുന്ന സിനിമ. ഓക്കെ. സിനിമയിൽ അബ്ബാസ് പിന്നെ റാണ ദഗപതി ഇവർ ഓൺ ബോർഡ് ആയി എന്നുള്ളതാണ് കേൾക്കുന്നത്. അവർ ജോയിൻ ചെയ്തു എന്നുള്ളതും കേൾക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ സ്വീകരിച്ച് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത്. ഓക്കെ, കൊള്ളാം. നൈസ്. അടുത്തത് വിട്ടുപോകൂല. ഇത് മറ്റേ ജൂനിയർ മാട്രിക്. നീ എനിക്ക് അന്ന് ഇങ്ങനെ തന്നതാണോ ഈ സാധനം? കൂലി -1 ആയല്ലോ. ആകെ ഒരു തമിഴ് കിട്ടിയതാ, അതും പോയി -1 ആയി. എന്താണെങ്കിലും നോർത്ത് അമേരിക്കയില് 3 ദിവസത്തെ കളക്ഷൻ 5.5 മില്യൺ കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളക്ഷൻ ഒന്നും ഒരു കുഴപ്പമില്ല, അവിടെ നമ്മൾ അടിയിൽ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, കൂലി നിനക്കിട്ട് പണിതോണ്ടിരിക്കുക. ഞാൻ ഏൺ ചെയ്യുന്ന കൂലിയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. സത്യം. ഓക്കെ, അടുത്തത് കറുപ്പ്. 2-1 കറുപ്പ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. കറുപ്പ് സിനിമ പൊങ്കൽ റിലീസായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യനായകനാവുന്ന സിനിമയാണ് കേട്ടോ. അപ്പോൾ പൊങ്കലിന് വരും അല്ലേ? പൊങ്കലിന് എന്തോ ഇങ്ങനത്തെ ഒരു ക്ലാഷിലേക്ക് സൂര്യ വരുമോ? അതിനുള്ളൊരു ധൈര്യം ഉണ്ടോ സൂര്യക്ക്? ഉണ്ട് എന്ന് കാണട്ടെ. പിന്നെ മറ്റേ കങ്കുവ വേട്ടയിന് വേണ്ടി മാറ്റി കൊടുത്ത ആളാ. അത് മാറ്റിയത് നന്നായി. സാമ്രാജ്യം സിനിമയുടെ റീ റിലീസിന് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഈ പോസ്റ്ററാണ് വന്നിട്ടുള്ളത് കേട്ടോ. പോസ്റ്റർ ഒരു രക്ഷയില്ല, സാധനം. അല്ലെങ്കിൽ തന്നെ സിനിമ മൊത്തം മാസാ. അതായത് നമ്മുടെ ഭാഷ സിനിമ അല്ലേ, അതുണ്ടായത് ഇതിൽ നിന്നാണെന്നാണ് അന്ന് രജനീകാന്ത് മറ്റേ ടീമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ റൈറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. അതെ. എന്താണ് കൊലകൊല്ലി ഐറ്റം. ശരിക്കും ഇങ്ങനത്തെ ഒരു ഐറ്റം വരണല്ലേ ഇപ്പൊ വരൂലേ? ആരായിരുന്നു സംവിധാനം? ജോമോൻ ആയിരുന്നു. ഉറപ്പിക്കാവോന്ന് ചോദിച്ചില്ലേ? ജോമോൻ. എന്താ നിർത്തൊക്കെ ആ വണ്ടി, അടിപൊളി വർക്ക്. എന്തായാലും സെപ്റ്റംബറിലാട്ടോ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സെപ്റ്റംബർ ബർത്ത്ഡേ മാസമല്ലടാ. പ്രകമ്പനം സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, സിനിമ പാക്കപ്പ് ആയിട്ടോ. എന്താ നമ്മുടെ ഗണപതി, അമീൻ, പിന്നെ സാഗർ സൂര്യ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അവർ അതിൻ്റെ ക്ലാബ് ബോർഡ് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. യെസ്. ആരായിരുന്നുടാ സംവിധാനം? പ്രകമ്പനത്തിന്റെ വിജേഷ് പനത്തൂർ. അടുത്തത് SSMB 29 സിനിമയുടെ ഒരു പുതിയ സ്റ്റില് പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കുന്നതാണ്. യെസ്, കണ്ടോ? പ്രിയങ്ക ചോപ്രയും മഹേഷ് ബാബൊക്കെ ഒരുമിച്ച്. തെലുങ്ക് പിടിച്ചാൽ മതി. തെലുങ്ക് ആകെ ഒന്നല്ലേ വന്നുള്ളൂ. തെലുങ്ക് ഒന്നാ വന്നിട്ടുള്ളൂ.
അപ്പൊ അതും പിടിച്ചിട്ട് കാര്യമില്ല. അടുത്തത് നീ പിടിക്കാതിരുന്നാ മതിയായിരുന്നു. വെങ്കി 77, വെങ്കടേഷിന്റെ 77ാമത്തെ സിനിമ. അതായത് ത്രിവിക്രം. അതാണ് ട്രീ. അതാണ് ട്രീ. ത്രീ ത്രിവിക്രം. ത്രിവിക്രം സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമ. ഇപ്പൊ ഓക്കെ, എന്തായാലും ഇതിന്റെ പൂജ നടന്നുകൊണ്ടാണ് കേൾക്കുന്നത്. അതിന്റെ ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഓണായി. പൂജയൊക്കെ കഴിഞ്ഞു. നമ്മൾ അറിഞ്ഞില്ല, ആരും അറിയിക്കാതെ. അടുത്തത് ഹൃദയപൂർവ്വം. ആദ്യത്തെ 2 ഹൃദയപൂർവ്വം സിനിമയുടെ ഒരു സോങ് പുറത്തു വന്നിട്ടുണ്ട്. വെൺമതി നീ മതി എന്ന് പറയുന്ന ഒരു സോങ് ആണ്. കുഴപ്പമില്ല, കൊള്ളാം. സംഭവം റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെ ഒരു മൂഡിലായിരുന്നില്ല, അങ്ങ് കണ്ടും പോയി. റിയാക്ഷൻ ചെയ്യാൻ എന്തായാലും കോപ്പറേറ്റ് കിട്ടും, പിന്നെ അതിന് നിന്നിട്ട് കാര്യമില്ലല്ലോ. അടുത്ത കിഴി. ഓക്കെ നിലവാരം എങ്ങനെയാ? പിടിച്ചോ. ഒന്ന് മൈനസിൽ കിടക്കുകയല്ലേ ഞാൻ? ഒന്ന് മൈനസും ഞാൻ 3 അല്ലേ? 2 അല്ലേ? ഞാനിപ്പോ ഏതൊക്കെ എടുത്തു? അതന്നെ ഉള്ളു. ഇത്രേ. പിന്നെ പ്രകമ്പനമൊക്കെ ആയിരുന്നു. അപ്പൊ 2 - 1 അല്ലേ? 2 - 1. അടുത്തത് ലോക സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഇതിൽ നമ്മുടെ ഹനാൻ ഒരു സോങ് പാടുന്നുണ്ട് കേട്ടോ. ജെയ്ക്സ് ബിജോയ് ആണ് ലോക സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ജെയ്ക്സ് ബിജോയിൻ്റെ കൂടെയുള്ള ഒരു സ്റ്റില്ല് നമ്മുടെ ഹനാൻ പങ്കുവെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് മാരീശൻ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 22 നെറ്റ്ഫ്ലിക്സിൽ. കാത്തിരിക്കുന്ന സംഭവം. എന്തായാലും തിയേറ്ററിൽ ഇത് എന്താണ് ഇതിന്റെ വിജയം? എങ്ങനെയാണ് ശരിക്കും വിജയിച്ചോ? നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് നല്ല മൊത്തത്തിൽ തന്നെ ഭയങ്കര ഒരു വിജയമൊന്നും ആയിട്ടില്ല, പക്ഷെ ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സിനിമ വേറെ ലെവലായിരുന്നു. അതായത് ജോണർ വെച്ച് നമ്മളെ ഞെട്ടിച്ചു. സത്യം, സസ്പെൻസ് ആയിട്ട് അല്ലേ? അത് വെച്ചിട്ട് ഒരു ഫീൽ ഗുഡ് സാധനം എന്നുള്ള രീതിയിൽ തന്നിട്ട് നമ്മൾ കാണുമ്പോൾ ഇത് മാരകമായിട്ടുള്ളൊരു ത്രില്ലർ. സത്യം, അത് പൊളിയായിരുന്നു. ഓക്കെ, അടുത്തത് കളം കാവൽ. ഇപ്പം എന്താ എനിക്ക് തമിഴ് കിട്ടുന്നില്ലല്ലോ? അത് നന്നായതായിരുന്നു. ഞാൻ ജയിക്കോട്ടെ. 2-0 അല്ലേ? 2-0. ഓക്കെ, കളങ്കാവൽ മമ്മൂക്ക നായകനാവുന്ന സിനിമ. ജിതിൻ കെ ജോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഉടനടി വരും എന്നുള്ള ഒരു റൂമർ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഫേസ്ബുക്കിലൊക്കെ ചില പേജുകളിലൊക്കെ തെറ്റിട്ടുണ്ട്. സെപ്റ്റംബർ 7 എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതെ, ബർത്ത്ഡേ നമുക്ക് ഉടനടി വരും എന്നുള്ളതും കേൾക്കുന്നുണ്ട് കേട്ടോ. മേബി ഒരാഴ്ചക്കുള്ളിലൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ആ ലെവലിലേക്കാണ് ഇതൊക്കെ ശരിയാണെങ്കിൽ. എല്ലാം ഒത്തു വരുന്നുണ്ട്. എല്ലാം ഒത്തു വന്നാൽ ആള് ഉടൻ തന്നെ എത്തും. അടുത്തത് ജയിലർ 2. ഇയാളെ മോനെ 1-2 ഇനി ഒരു കിഴിയും കൂടി ഉള്ളു. അത് ഈ തെണ്ടി എടുക്കും. ആകെ പണിയായി. ജയിലർ 2 ലാലേട്ടന്റെ മുണ്ട് പറിച്ചടി ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. മുണ്ട് പറിച്ചല്ല, മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള. ഓക്കെ, മുണ്ട് മടക്കിയുള്ള അടിയുണ്ട്. അതായത് നമ്മുടെ മാത്യുവിന്റെ ക്യാരക്ടർ ലുക്ക് എന്താന്നുള്ളത് അറിയാലോ. പക്ക സ്റ്റൈലിഷ് ആയിട്ടുള്ള അല്ലേ? പാന്റൊക്കെയാണ് ആളുടെ മറ്റേ അതായത് ജാങ്കോ ടൈപ്പ് സാധനം. അങ്ങനത്തെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ. അതെ, അങ്ങനത്തെ ഒരാള് മുണ്ടൊക്കെ മടക്കി കുത്തി. അപ്പൊ മുണ്ട് എടുത്തിട്ടുള്ള ഒരു വരവ് ഉണ്ടാവാം. അപ്പൊ കേരളത്തിൽ നിന്ന് ഒരു ഫൈറ്റ് എന്താന്ന് അറിഞ്ഞൂടാ. എന്തായാലും സംഭവം പൊളിക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ, അതും തമിഴ് സിനിമയിലുണ്ടെങ്കിൽ ഉണ്ട്. അതേ നമ്മുടെ ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്, ഉറപ്പിച്ചുണ്ട്. ഇത് നമ്മള് മറ്റേ എമ്പുരാനിലെ കമലഹാസനും രജനീകാന്തും മമ്മൂട്ടി ഉണ്ടാവും പറഞ്ഞില്ലേ? അതുപോലത്തെ ഒരു എക്സ്ക്ലൂസീവ് ആണിത്. മറന്നുപോയി അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. അതായത് ഈ 3 പേരുണ്ട് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണിത്. വേണമെങ്കിൽ വിശ്വസിച്ചോ, തള്ളിക്കോ. ഞാൻ വിശ്വസിക്കുന്നില്ല. മുണ്ട് മടക്കി ബബ്ബനെ കുറിച്ച് പറഞ്ഞു. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉണ്ട്. ബബ്ബ സിനിമയില് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞങ്ങൾ മുക്കി. ശരിയാണ്. അല്ല, ഇത് എന്തായാലും നെൽസൺ വിളിക്കാൻ സാധ്യതല്ല. നെൽസൺ വിളിക്കണ്ട. അല്ലെങ്കിൽ ഇപ്പം ബബ്ബ സിനിമയുടെ ഡയറക്ടർ അല്ലല്ലോ നമ്മളെ വിളിച്ചത്. ആണോ? അത് ശരിയാണ്. നോക്കാം. ഏതെങ്കിലും ഒരു ടീം വിളിക്കും. അടുത്തത് ബാലൻ ബോയ്. ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ടൈറ്റിൽ ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബാലൻ ബോയ്. ജിത്തു മാധവനാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എടുക്കുന്നത്. അതായത്
മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരത്തിന്റെ അടുത്ത സിനിമയാണ്. യെസ്, KVN പ്രൊഡക്ഷൻസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. KVN പ്രൊഡക്ഷൻസ്. പൂജ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൂജ കഴിഞ്ഞു. ഓക്കെ, ആസിഫ് അലി അല്ലേ ഇതിന് മെയിൻ? അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പത്തൊക്കെ കേട്ടിട്ട് നമുക്ക് അറിഞ്ഞൂടാ ആരാണ്. അതും ശരിയാ, പേര് കേട്ടിട്ടേ ബോയ് എന്താണെന്നേ ഇവിടുത്തെ കിട്ടുന്നില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ അനൗൺസ്മെന്റ് ഒക്കെ വന്നേക്കും ആരാണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ വീണ്ടും 9/4 കൂലി എന്നെ ഒരു വഴിക്കാക്കിട്ടേ നീ പോളൂ. അത് അങ്ങനെ അത് മാത്രല്ലടാ, ഹൃദയപൂർവ്വത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് ഇങ്ങനെ വരുന്നു. ഇനിയുണ്ട് 10-12 ദിവസം. അതാ പറഞ്ഞത്. നീ നാളെ മുതൽ നീ പൊട്ടാൻ പോകുന്നു. നിനക്ക് നാളെ മുതൽ കൂലി ഉണ്ടാവും ചെയ്ത കീഴിൽ 2 എന്നെ ഊമ്പിച്ചല്ലോ. ഇനി വരൂല ഈ വഴിക്ക്. നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും പോവാണ്. മറ്റൊരു വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.